മറ്റേ ഒരു ഇതുണ്ടല്ലോ നമ്മളെ കുരക്കുംപട്ടി കടിക്കില്ല എന്താ നിങ്ങളുടെ അഭിപ്രായം? കുരക്കുംപട്ടി അത് ആക്ച്വലി ഒരു വാസ്തവമാണ്. അതായത് ഒരുപാട് ഷൗട്ട് ചെയ്യുന്ന ഒരുപാട് കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു നായിന്റെ അടുത്ത് നമ്മൾ പെട്ടെന്ന് ചെല്ലുമ്പോൾ ഒരു സൈലന്റ് ആവും. എന്നാ ഒരു പട്ടി കിടക്കുകയാണ്, കുരയ്ക്കുന്നില്ല, നമ്മളെ തന്നെ ഇങ്ങനെ തല ഇങ്ങനെ താത്തിട്ട് കണ്ണിങ്ങനെ മേപ്പട്ടിക്ക് ആക്കിയിട്ട് ഇങ്ങനെ നോക്കുന്ന പട്ടി പണി വരും. ഒരിക്കലും ഒരു പട്ടീനെ നമ്മൾ ഒറ്റയടിക്ക് കയറി തൊടല്ലേ. നമുക്ക് ആ ധൈര്യം ഉണ്ട്, പട്ടി ഓക്കെ ആണ് എന്ന് അറിയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് തൊടാം. അതല്ല എങ്കിൽ നമ്മൾ ഒരിക്കലും അതിന് തുനിയരുത്. എല്ലാരും പറയും എന്റെ വീട്ടിൽ ഇങ്ങനത്തെ 3 എണ്ണം ഉണ്ട് 4 എണ്ണം ഉണ്ട്, ആ ഒരു പറച്ചില് കേട്ടിട്ട് നമ്മൾ പോയി തൊടും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ. ഹായ് ഗൈസ്, ടോക്ക് ടൈമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ ഉള്ളത് വയനാടാണ്. നിങ്ങൾ ബോർഡിൽ കാണുന്ന പോലെ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത്, വയനാട്ടിൽ. അപ്പോൾ ഇവിടെ ഒരു മഹാമേള നടക്കുന്നുണ്ട്, മൃഗങ്ങളെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള മഹാമേള നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനലായിട്ട് ബന്ധപ്പെട്ട് ഫാമുകളിലുള്ള കാര്യങ്ങളായതുകൊണ്ട് ചാനലായിട്ട് ബന്ധപ്പെട്ട് നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും എന്നറിഞ്ഞപ്പോൾ ഇതിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ ഒന്ന് കയറി നോക്കിയതാണ്. ഓക്കെ, നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ചില ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ പകർത്താം. ഇതാണ് വയനാട് വെറ്റിനറി കോളേജ് എന്ന് പറയുന്നത്. രാത്രി ഭംഗി ഒന്നുകൂടി ഉണ്ട്, ലൈറ്റ് അലങ്കാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പകൽ സമയമാകുമ്പോൾ അത്ര ഒരു ബ്യൂട്ടി അല്ല. പക്ഷേ എങ്കിൽ പോലും ഇന്ന് വീഡിയോയിൽ കാണിച്ചതാണ്. ഓക്കെ, നമുക്ക് കുറച്ച് പശുക്കൾ അതുപോലെ കാളകളൊക്കെ ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ പരിചയപ്പെടാം. അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇത് വരുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ കാണുന്ന കുറച്ച് ഐറ്റം ഉണ്ട്. അതിൽ നമുക്ക് നോക്കാം. അതാണ്ട് തീറ്റിപ്പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെച്ചൂർ അതിന് കുറിച്ച് എഴുതിയിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാം. കേരളത്തിലെ കോട്ടയത്താണ്. ഉയരക്കുറവ്, കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനുള്ള കഴിവ്, രോഗപ്രതിരോധ ശേഷി, പാലിൻ്റെ ഔഷധ ഗുണം. പശുക്കളുടെ തൂക്കം വരുന്ന ഏകദേശം 130 kg ആണ്. ഇതിൽ മൂരികളുടെ തൂക്കം വരുന്നത് 170, 1.5 ക്വിൻ്റലിൻ്റെ മേലെ വരുന്നുള്ളൂ. നീളം 124 സെൻറ്റിമീറ്റർ. പാലുൽപാദനം 2.5 ലിറ്റർ, 3.5 ലിറ്റർ വരെ ഡേ കിട്ടും. അപ്പോൾ ഇതിൽ കണ്ടോ, അതിൻ്റെ ഹൈറ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ തൊട്ടടുത്തുള്ള പശുവിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴുള്ള ആ ഹൈറ്റ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ വെച്ചൂർ കഴിഞ്ഞു. രണ്ടാമത്തെ ഓഗോൾ എന്നുള്ള വിഭാഗം. ഈ വൈറ്റ് കാണുന്നതാണ് ഓഗോൾ. ആന്ധ്രാപ്രദേശാണ് കാണുന്നത്. തിളങ്ങുന്ന വെളുത്ത നിറം, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത കാണുന്നത്. കൃഷിയിടത്തിൽ അധ്വാനത്തിനുമായിട്ട് ഉപയോഗിക്കുന്ന തരത്തിലുള്ള പ്രത്യേകതരം സംഭവമാണ്. നോക്കൂ, വൈറ്റ് കളർ. പിന്നെ അടുത്തത് മൂന്നാമത്തെ ഇനാണ് കാൻക്രജ്. ഗുജറാത്തിൽ നിന്നാണ്, റാൻ ഓഫ് കച്ച് എന്ന്. ഏറ്റവും ഭാരം കൂടിയ ഇന്ത്യൻ കന്നുകാലിയുടെ ഇനാണ്. അതിന് കാണാൻ തന്നെ എടുപ്പുണ്ടോ. അതിൻ്റെ കൊമ്പ് കണ്ടോ, വലിയ കൊമ്പുകളാണ്. വ്യത്യസ്തമായ നടത്തത്തെ സവായ് ചാൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. വ്യത്യസ്ത രീതിയിലാണ് നടക്കുന്നത്. കെട്ടിയിട്ടുണ്ടോ നമുക്ക് അറിയാൻ പറ്റില്ല. കണ്ടോ, കൊമ്പ് ഭയങ്കര ആകർഷണമുണ്ട്. കണ്ടോ, ഗുജറാത്തിൽ നിന്നുള്ള ഇറക്കുമതിയാണ്. ഇത് നമ്മൾ സാധാരണ കേൾക്കുന്നത് ഗിർ വിഭാഗത്തിൽപ്പെട്ട ചുവപ്പ്. കണ്ടോ, ചെമ്പൻ ചുവപ്പ്. ഇതാ വേറൊരുത്തനും കൂടെ ഉണ്ട് ജോഡിയായിട്ട്. ആ മുതുകിലെ കൂനയൊക്കെ കണ്ടില്ല. ഗുജറാത്ത് തന്നെയാണത്. നെറ്റിത്തടം, വിസ്തൃതവും ഉന്തിയതുമായിട്ടുള്ള നെറ്റിത്തടം എന്നുള്ളതാണ് പ്രത്യേകത. വളരെ നീളം കൂടിയ ചെവികൾ ഉണ്ടോ. ഏറ്റവും കൂടുതൽ കറവ ഉള്ള ഇന്ത്യൻ ജനുസാണ്. 325 ദിവസം കറവ കിട്ടുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതാണ് വടക്കര കുള്ളൻ. ഉയരം കുറവാണ്, പക്ഷേ 10 മാസം വരെ നീണ്ടു നിൽക്കുന്ന കറവക്കാലമുണ്ട്. കണ്ടോ, കുള്ളന്മാരാണ്. നല്ല തൂക്കം തോന്നുന്നുണ്ട്. ഒരു ചർച്ചിലൊക്കെ ഉണ്ട്. നമ്മൾ ആടുകളിലേക്ക് പോവാണ് കേട്ടോ. ആട് ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, ക്യാമറക്ക് പോസ് ചെയ്യുന്നുണ്ട്. മലബാറി ആടാണ്. നല്ല വലിയ ചെവിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ചെമ്മരിയാടുണ്ട് അടുത്തതായിട്ട്. മലബാറി ചെമ്മരിയാട് വിഭാഗം, സാന്റിനോ ചെമ്മരിയാട്. അതാ കുഞ്ഞുണ്ട്, ഫാമിലി ആയിട്ട് തന്നെയുണ്ട്. കണ്ടോ, കുറച്ച് മുയലുകളെ കണ്ടാലോ. ഒരു 5-6 ഐറ്റം മുയലുകളുണ്ട്. 5-6 ഐറ്റം മുയലുകളിൽ ഗ്രേ ജയൻ്റ്, ഗ്രേ കളർ ഫസ്റ്റത്തെ ആൾ. ഇനി സോവിയറ്റ് ചിൻചില എന്നറിയപ്പെടുന്നത് അടുത്ത ആൾ. സോവിയറ്റ് ചിൻചില. ഓക്കെ, ഇനി വൈറ്റ് ജയൻ്റ് ആൾ കിടക്കുകയാണ്. 2 ആളുണ്ട്, മയക്കത്തിലാണ്. അതടുത്തത് വലിയ അങ്കോറ എന്ന് പറഞ്ഞിട്ട് വലിയ ഇനം.
നല്ല രോമങ്ങളോട് കൂടിയ വലിയ ഇനം, കാണാൻ തന്നെ വലിയ വലിപ്പമുണ്ട്. കണ്ടോ? ഇനി അടുത്തത് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുള്ള ആൾക്കാരെ പേരെഴുതി കൊടുത്തിട്ടില്ല. കണ്ടോ? ഇത് ഫാമിലിയാണ്. ഇനി ന്യൂസിലാൻഡ് വൈറ്റും കൂടി ഉണ്ട്. ന്യൂസിലാൻഡ് വൈറ്റ്, ന്യൂസിലാൻഡ് വൈറ്റ്. ഇത്രയും മുയലിനങ്ങളാണ്. അഥവാ ഇങ്ങനെ സ്റ്റാളുകളായിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് മഹാമേള എന്ന് പറഞ്ഞൊരു എക്സിബിഷനായിട്ട് നടത്തിയതാണ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ. അപ്പോൾ അതിലുള്ള സംഭവങ്ങളാണിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മുയൽ, ആട്, വ്യത്യസ്ത തരത്തിലുള്ള പശുക്കൾ, കാളകൾ എന്നിവയാണിപ്പോൾ ഇതുവരെ കണ്ടത്. നമ്മൾ പുതിയ ഇനമാണ് നായ്ക്കളാണ്. ഫീഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു 6 ഐറ്റമുണ്ട്. 6 തൂണിലായിട്ട് കെട്ടിവെച്ചതാണ്. അപ്പോൾ അതിൽ നിൽക്കുന്ന ആളുകൾ പറയുന്നത് ഫീഡ് കൊടുക്കുന്ന സമയമാണ്, വല്ലാതെ അടുത്തേക്ക് ചെല്ലരുത്, നോക്കിയിരുന്ന് കാണാമെന്ന് പറഞ്ഞു. കണ്ടോ? ഏതൊക്കെ ഇനം കാര്യങ്ങളൊന്നും പേരും കാര്യങ്ങളൊന്നും അറിയില്ല. 1, 2, 3. ഞാൻ അടുത്തേക്ക് ചെല്ലാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. എന്താ ആളുകൾ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ലോങ് ടൈപ്പൊക്കെ ഉണ്ട്. സൂം ചെയ്ത് നോക്കാം. നോട്ടം ശരിയല്ല, അടുത്തേക്ക് എന്തായാലും പോകുന്നില്ല. ഫീഡിങ്ങിൻ്റെ ഇതാണ്. ഒക്കെ പാത്രത്തിൽ ഭക്ഷണമുണ്ട്. ഏറ്റവും കൂടുതൽ സ്പീഡ് ഓട്ടത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അതാണ് ഗ്രേഡ്. അവരെ നമ്മൾ ഡെയിലി നമ്മൾ ഓടിച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറം ബ്ലാക്ക് വരുന്നത് ഇന്ത്യൻ സ്പിറ്റ്സ്, പൊമേറിയനിൽ പെട്ടെന്ന് ഇന്ത്യൻ സ്പിറ്റ്സ്. അത് വന്നിട്ട് പ്രത്യേകത സാധാ പൊമേറിനെക്കാട്ടും കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ടാവും, ഹെയർ കുറവായിരിക്കും. അപ്പോൾ വീടുകളിലൊക്കെ ഉള്ളിൽ വളർത്താൻ മെയിൻ്റനൻസ് ഒക്കെ നല്ലതായിരിക്കും. അത് കഴിഞ്ഞ് ഇത് വന്നിട്ട് സൈബീരിയൻ ഹസ്കി, അതൊരു മെയിലാണ്, 1.25-2 വയസ്സ് പ്രായം. അത് വന്നിട്ട് ഈ മഞ്ഞിൽ മനുഷ്യനെയൊക്കെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു സാധനമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പം അങ്ങനെ ഇവർ അത് കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ടാവും. അവരെനിക്ക് തന്നെ നമുക്ക് കുറച്ച് വേരിയേഷൻസ് കാണാം. അത് മെയില്, ഇത് ഫീമെയില്. ഇതിപ്പോൾ 1 മാസം ഗർഭിണിയാണ്. ഇത് വന്നിട്ട് ജർമ്മൻ ഷെപ്പേർഡ്, അത് ലാബ്. ഇത് 2 ആണ് നമ്മുടെ പോലീസിൽ, ഡിഫൻസിലൊക്കെ കൂടുതലും സ്നിഫർ ഡോഗായിട്ടും ട്രാക്കറായിട്ടും ഉപയോഗിക്കുന്ന 2 ബ്രീഡാണ്. പിന്നെ ലോകത്തെ നായി ഇനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഹൈറ്റ് വെക്കുന്ന സാധനമാണ് ഗ്രേഡെയിൻ. അത് ഗ്രേഡെയിനിലെ മെർലിക്യൂൺ കളർ, വൈറ്റ് ആയി, വെള്ള കണ്ണാണ്. ഹൈറ്റ് ഇവര് നമ്മൾ ഇഞ്ച് കണക്ക് പറയുമ്പം ഏകദേശം ഒരു 28-30 ഒക്കെ ഇഞ്ച് ഹൈറ്റ് വരും. അതിന്റെ ആണിനാണ് ഏറ്റവും കൂടുതൽ വലിപ്പം വരിക. ഇത് ഫീമെയിലാണ്, 11 മാസമായിട്ടുള്ളൂ. ഇവർ രണ്ടുപേരും 2 വട്ടം ലിറ്റർ ഇട്ടതാണ്, കുട്ടികൾ ഇട്ടതാണ്. പിന്നെ അവന്റെ പേര് ലൂണ, അത് ജൂലി, ഇത് സ്കൂബി, ഇത് പോപ്പി, ഇതും ഒരു ലൂണ. ഇത് വന്നിട്ടൊരു നാടൻ പേരാണ് മൈന. നിന്നെ തന്നെ എങ്ങനെ? ഇത് എല്ലാം എന്റേതാണ്. ആ കിളികള്, പാമ്പുകള്, ഇഗ്വാൻ. ഞാൻ മലപ്പുറം നിലമ്പൂരാണ്. എൻ്റെ പേര് ജിജോ. ഞാൻ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്. ഖത്തർ രാജാവിന്റെ ഫാം ഹൗസിൽ പാരാവെറ്റായിട്ട് വെറ്റ് അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യാണ്. ഇത് പിന്നെ ഒരു ക്രേസാണ്. പിന്നെ നമ്മുടെയൊക്കെ ഒരു ഫേം അല്ലേ, അപ്പോൾ അവരെ നമ്മളെ ക്ഷണിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളെ നമ്മൾ ഒന്ന് ഡിസ്പ്ലേക്ക് വെക്കുക. പിന്നെ നമുക്ക് ഇതിൽ നിന്നൊരു വരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ അതിനെ ഇപ്പം ഇങ്ങനെ ആരെയിലൊക്കെ വരുമ്പോൾ ചില ബ്രീഡുകളെയൊക്കെ പരിചയപ്പെടാൻ പറ്റും. ചിലത് സെയിലും അടക്കും. അങ്ങനെയൊക്കെ നമ്മൾ നടത്തുന്നു. നമ്മൾ സെയിലുണ്ട്, പർച്ചേസ് ചെയ്ത് ട്രെയിൻ ചെയ്ത് കൊടുക്കും. ബോർഡിംഗ് ഉണ്ട്. ഇപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് ഗൾഫിൽ പോകണം ഒരാഴ്ചത്തേക്ക്, ഒരു നായിനെ, പൂച്ചേനെ, കിളീനെ എന്താ വെച്ചാൽ നമുക്ക് തന്നാൽ നമ്മൾ അവരുടെ മെനു അനുസരിച്ച് നമ്മൾ അവരെ നോക്കും. 7909193836. അതെ, ജിജോ.
വീട് നിലമ്പൂരാണ്. ഞങ്ങൾ കൊണ്ടോട്ടിയാണ്. കൊണ്ടോട്ടിയിലല്ല, ഞാൻ കൊണ്ടോട്ടിയിൽ നിങ്ങളുടെ ഏരിയയിലൊക്കെ ഒരുപാട് കുതിര കൊടുത്തിട്ടുണ്ട്. ഒരു കട്ട കമ്പനി ഉണ്ടല്ലോ പറമ്പാടൻ, അതിലൊരു കാക്ക ഉണ്ടല്ലോ കൊണ്ടോട്ടി എയർപോർട്ട് ജംഗ്ഷനിൽ തന്നെ ഒരു വീട്, ഒരു കുറെ കാറൊക്കെ അതിന്റെ ഓണർ. ആ മൂപ്പർക്ക് ഞാൻ കുതിരേനെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പുലി എന്നാണ് അതിന്റെ പേരിട്ടേക്കുന്നത്. മൂപ്പര് എൻ്റെ നിന്ന് മേടിച്ചു, എന്നെ അവിടെ നിർത്തി 10 ദിവസം ഞാൻ പുള്ളിക്ക് നിന്ന് കുതിര റൈഡിങ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഹോഴ്സ് റൈഡ് നമ്മളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. നിലമ്പൂർ PVS പബ്ലിക്കിൽ ഹോഴ്സ് റൈഡ് പഠിപ്പിക്കുന്ന നമ്മളാണ്. ആ കുതിരകൾ ഇവിടെ ഉണ്ട്. പിന്നെ മുകളില് സ്റ്റാളുകൾ നമ്മളുണ്ട്. അതിൽ പലതരത്തിലുള്ള കിളികളുണ്ട്, കോഴികളുണ്ട്, ഇഗ്വാന, ഓന്തുകള്, ഇഗ്വാനാസ് ഉണ്ട്, പാമ്പുണ്ട്, പല വെറൈറ്റി എലികളുണ്ട്. നമുക്കതൊരു ബിസിനസ് അല്ല, പക്ഷെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഫുഡിനുള്ളത് കിട്ടണം, നോക്കണ ഒരാൾക്കുള്ള ഒരു കൂലിയും കിട്ടണം. അതെ, അതൊരു ഹോബിയാണ്. ഇപ്പൊ നമുക്ക് ക്യാമൽ ഉണ്ട്, ഏകദേശം 78 തലയടക്കം 78-80 ഹൈറ്റ്, 85 ഹൈറ്റ് വരുന്ന ഒട്ടകം. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പം ഒരാഴ്ചയുള്ളൂ വാങ്ങിയിട്ട്. ഇവിടെ പിന്നെ ക്രൗഡ് നോക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിക്കണം. അതല്ല, ആക്രമിക്കുന്ന സമയം ഒരു ഇതുണ്ടല്ലോ, അത് നമുക്ക് അങ്ങനെ മുൻകൂട്ടി അത് ഇവരെ സൗണ്ടിലാണ് അറിയാം. ഇപ്പൊ പെട്ടെന്ന് ഒരു ബൈറ്റ് ഫോഴ്സിന് വേണ്ടി റെഡി ആയി നിൽക്കുക എന്ന് പറയുമ്പോൾ അവരെ മുരൾച്ച, അവരെ സൗണ്ട്, വാലാട്ടല് നിൽക്കും, രോമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. ഭയങ്കര ഒരു നമുക്കറിയാൻ പറ്റും അറ്റാക്കിംഗ് മോഡ്. അവര് എന്തിനും റെഡി ആയിട്ട് നിൽക്കായിരിക്കും. പക്ഷെ ഒരു ഡോഗിന്റെ അടുത്ത് ഇപ്പൊ അതിന്റെ അടുത്ത് ചെന്നു, നിങ്ങൾ അതിന്റെ അടുത്ത് ചെല്ലുമ്പം നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കും, നിങ്ങൾക്ക് പേടിയാണ്, ഞാൻ തൊടണോ വേണ്ടേ? നിങ്ങളുടെ വേർപ്പിന്റെ സ്മെല്ല് അവർക്ക് മനസ്സിലാവും. ഈ മുമ്പിൽ നിൽക്കുന്നതിന് എന്നെ തൊടാൻ പേടിയാണ് എന്നുള്ളത് അവന് മനസ്സിലാവും. നമ്മൾ പേടിയാണ്, ഇല്ല ഇവന് പേടിയില്ലാത്തവനാണ്. നമുക്ക് ഈ ഡോഗ്സിന് അതേപോലെ നമുക്ക് ഐ ലോക്ക് ചെയ്തിട്ട് നമുക്ക് പ്രോപ്പർ ആക്കാം. അതിന്റെ കണ്ണ് നോക്കിയിട്ട് നമ്മൾ കൂളെ, അത് ഭയങ്കര കുരയായിരിക്കും, അത് കൂട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ പുറത്ത്, നമ്മൾ അതിനെ തന്നെ നോക്കി അവരോട് സംസാരിച്ച് ടൈമാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതും അണ്ടർ പ്രാക്ടീസ് ഉള്ളവർക്ക് ചെയ്യാൻ പാടില്ല, അല്ലാത്തവർ ചെന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. ഈ ഒട്ടകം കുതിരക്കൊക്കെ അങ്ങനെയാണ്. കുതിരയ്ക്ക് മുകളിൽ കയറി ഇരിക്കണ ഒരു ഗസ്റ്റ് വന്നിട്ട് കുതിരയുടെ മുകളിൽ ഇരിക്കണ ടൈം എന്നാ പറയുന്നത്, ഈ കുതിരയ്ക്ക് അറിയാം ഈ ലീഷ് പിടിച്ച ആൾക്ക്, അല്ലെ ഈ സാഡില് ഇരിക്കുന്ന ആൾക്ക് ആ ഇരിക്കുന്ന പൊസിഷൻ ഹോൾഡ് ചെയ്തേക്കുന്ന, ആ ലീഷ് ഹോൾഡ് ചെയ്തേക്കുന്ന പ്രോപ്പർ വേ, ആ വേ ഓഫ് ടച്ചിൽ അവർക്ക് മനസ്സിലാവും ഇവൻ ഓടിക്കാൻ അറിയുന്നതാണോ അല്ലയോ. അല്ലാതെ ഒരാൾ കയറി എത്ര അടിച്ചാലും ഓടിയാലും കുതിര ഓടൂല. എന്നാൽ ഇരിക്കണ നമ്മുടെ സൗണ്ട് അതിലൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത് ശരിക്കും പഠിക്കേണ്ട വിഷയം തന്നെയല്ലേ? തീർച്ചയായിട്ടും. ഹോഴ്സ് റൈഡ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു അതെ തീർച്ചയായിട്ടും ഒരുപാട് പഠിക്കാനുണ്ട്. സൈബീരിയൻ ഹസ്കി.